നമുക്ക് ത്തേക്ക് അങ്ങനെ അംശു ആ അംശു മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ അംശു ജീവിച്ചിരിക്കുക എന്ന് വിചാരിക്കുക. ഓക്കെ, അംശുവിന് ഓൾറെഡി ഒരു ഭാര്യയുണ്ട്, മക്കളുമുണ്ട്, കാരണം കുഞ്ഞുങ്ങളും അള്ളാഹു ഉണ്ട്, എല്ലാം എന്തെങ്കിലും ഉണ്ട്. യുക്തി കാണാണ്ട് മനുഷ്യന്റെ മനസ്സ് അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹു യുക്തി ബ്രദറെ, അള്ളാഹു യുക്തി ഇല്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, കാരണം നിങ്ങൾക്ക് ഈ മനുഷ്യന്റെ മനസ്സ് നിങ്ങൾക്ക് ബീജം ഉണ്ടാകുന്ന എവിടുന്നാ? നിങ്ങൾക്ക് ബീജം എവിടുന്നാ ഉണ്ടാകുന്നത്? ശരീരത്തിനകത്ത് ബീജം ഉണ്ടാകുന്നത് പ്രത്യോൽപാദനം ചെയ്യാൻ വേണ്ടി, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീജം എവിടെ നിന്നാ ഉണ്ടാകുന്നത്? അത് ഒരു മനുഷ്യന്റെ മുതുകല്ല് എന്നല്ലേ ശരീരത്ത്, പറഞ്ഞേക്കുന്നതില്ലേ? ഖുറാനകത്ത് ശരിക്കും ഉണ്ടാകുന്നത് എവിടുന്നാ? ഖുർആനകത്ത് മുതുകല്ലിൽ നിന്നുണ്ട്. മുതുകല്ലിനും വാരിയല്ലിനും ഇടയിൽ നിന്ന്. പക്ഷെ ശരിക്കും ആ മനുഷ്യന് ബീജം ഉണ്ടാകുന്നത് എവിടെ നിന്നാ? അതിന്റെ ഉത്ഭവം അവിടെ നിന്നായിരിക്കും. അവിടുന്ന് ആയിരിക്കും, താങ്കൾക്ക് അറിയത്തില്ല. അല്ല, ബ്രദറെ, അള്ളാഹു അത് പറഞ്ഞാൽ ഏതെങ്കിലും നമ്മൾ ഡോക്ടേഴ്സ് വിശ്വസിക്കണം. കാരണം ഏത് മനുഷ്യനെ അതാണ് സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അപ്പൊ അതാണ് അള്ളാഹു സംഭവം. അത് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കണം. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഖുറാനിൽ പറഞ്ഞിരിക്കുന്നു. അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. മനുഷ്യനെ എങ്ങനെയെങ്കിലും അള്ളാഹു സൃഷ്ടിച്ചത്? ആദ്യം പറയുന്നു മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. പിന്നെ പറയുന്നു രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നെ പറയുന്നു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നെ പറയുന്നു കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അള്ളാഹു എങ്ങനെ മനുഷ്യനെ ഉണ്ടാക്കി? അള്ളാഹു ഭയങ്കര വിവരക്കേടുകൾ ഇഷ്ടം പോലെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ബ്രദറെ. അല്ല, ഇതെല്ലാം ബ്രദർ ബൈബിളിൽ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നുണ്ടോ? പറഞ്ഞത്. ബൈബിളിലും ബൈബിളിൽ മണ്ണിൽ നിന്ന് ഇങ്ങനത്തെ സൃഷ്ടിച്ചെന്നല്ല വിവരക്കേടൊന്നുമില്ല പറയുന്നത്. ബ്രദർ. മണ്ണിൽ നിന്ന് ബൈബിളിൽ ഇങ്ങനത്തെ സൃഷ്ടിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. വിവരക്കേടൊന്നുമില്ല ബ്രദറെ. മുഹമ്മദിനോട് ആദ്യമായിട്ട് അള്ളാഹു പറഞ്ഞ എന്തുവാണ്? ഖുറാനിൽ മനുഷ്യനെ എങ്ങനെയാ സൃഷ്ടിച്ചെന്ന് പറയുന്നത് സൂറത്ത് ഹലക്കിനകത്ത് ഇക്ര ഖുർആനിൽ ബിസ്മി റബ്ബിക് ആദ്യമായിട്ട് ഖലഖ് പറഞ്ഞ ഖലഖ്. ഇക്ര ബിസ്മി റബ്ബിക് ഖലഖ് ഖലഖ്, മറ്റേ 96-ാമത്തെ സൂറ. രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാ പറഞ്ഞത്, മണ്ണിൽ നിന്നല്ല, രക്തക്കട്ടയിൽ നിന്ന്. രക്തം അതെ. കട്ടയാവുമ്പോ ജീവൻ കാണും അതിനകത്ത്? ഇല്ല, ജീവനൊന്നും ഇല്ല അതിനകത്ത്. രക്തക്കട്ടയിൽ ഒരു ജീവനും ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് മുത്തയുടെ വിഷയത്തിൽ തിരിച്ചു വരാം. മുത്ത എന്ന് പറയുന്ന ഈ വിശിഷ്ട വ്യഭിചാരം അംശു ചെയ്യാൻ അന്ന് മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ മുഹമ്മദ് പറയുകയാണെങ്കിൽ താങ്കൾ ചെയ്യാൻ ആഗ്രഹിക്കുമായിരുന്നു? മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ അംശു ബ്രദർ മുഹമ്മദിന്റെ കൂട്ടത്തിൽ ജീവിക്കുകയാണെന്ന് വിചാരിക്കുക. മുഹമ്മദിന്റെ കൂട്ടത്തിൽ താങ്കൾ ദൂരയാത്ര ചെയ്യുന്നു. ഇങ്ങനെ ദൂരയാത്ര ചെയ്യുമ്പോൾ മുഹമ്മദ് മറ്റ് സഹാബിമാര്, മറ്റു കൂട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞിട്ട് മുഹമ്മദിനോട് ചോദിക്കുന്നു. മുഹമ്മദ് പറയുന്നു, നിങ്ങൾ പോയി സ്ത്രീകളുമായി 2 രാത്രി 3 രാത്രിയിലത്തേക്ക് ബന്ധപ്പെട്ടിട്ട് അവർക്കൊരു തുണി കൊടുക്കുക. അംശു ഇത് കേട്ടോണ്ടിരിക്കുക. അംശു എന്ത് ചെയ്യും? അത് ആ സാഹചര്യം നോക്കിയിട്ട് ചെയ്യും. സാഹചര്യം നോക്കിയിട്ട് ആ ഭാര്യ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് പോയി സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടും. ശരിയല്ലേ? അതെ അതെ. അതെ, നല്ല കാര്യം. ഓക്കെ, താങ്കൾ അതിനകത്ത് തെറ്റുവല്ലതും കാണുന്നുണ്ടോ? ഇല്ല, അത് അനുവദനീയമാണെങ്കിൽ തെറ്റല്ല. അതെ, അത് അനുവദനീയമാണെങ്കിൽ തെറ്റല്ല. കറക്റ്റ്. തെറ്റല്ല. പല കാരണം കാര്യങ്ങളും ഇസ്ലാമിനകത്ത് ബ്രദറെ, പല കാര്യങ്ങളും ഇസ്ലാമിനകത്ത് അനുവദനീയമാണ്. താങ്കൾ അതിനെ തെറ്റായിട്ട് കാണുന്നുണ്ടോ? അത് വിസ്തരിച്ച് പറയണം, എന്നാലേ മനസ്സിലാവും. താങ്കൾ പറഞ്ഞല്ലോ അനുവദനീയമാണെങ്കിൽ തെറ്റില്ലെന്ന്. താങ്കൾ പറഞ്ഞില്ലേ ഇപ്പോ? ഇസ്ലാമിനകത്ത് പല കാര്യങ്ങളും അനുവദനീയമാണ്. കൊച്ചു കുഞ്ഞുങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. താങ്കൾ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ പറയുന്നില്ലല്ലോ. ഖുർആൻ 65-4. കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് എങ്ങനെയാണ് പറയല്? അവിടെ ഖുർആൻ 65-4 ആർത്തവം വരാത്തവരുടെയും ഇദ്ദയുടെ വിഷയത്തിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ അത് 3 മാസമാകുന്നു. യുദ്ധകാലത്തിനു ശേഷം അവരുമായി നിങ്ങൾക്ക് നിക്കാഹ് ചെയ്യാമെന്ന് ഖുർആൻ പറയുമ്പോൾ ഈ ആർത്തവം വരാത്ത പെൺകുട്ടികളെ പറ്റി പറയുന്നു. ആർത്തവം വരാത്ത പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾ, 6, ഈ 7, 8, യുദ്ധകാലം എന്ന് 9 പറഞ്ഞ വയസ്സുള്ള പെൺകുട്ടികൾ. ബ്രദറെ, യുദ്ധകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റിംഗ് പീരീഡ്. അടുത്ത നിക്കാഹിന് വേണ്ടി തലാഖ് ചൊല്ലിയതിനു ശേഷം 3 മാസത്തേക്ക് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് 3 മാസം കഴിയുമ്പോൾ അവളുടെ വയറ്റിൽ
കുട്ടിയില്ല എന്ന്, ഗർഭം ഇല്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ പെൺകുട്ടിക്ക് അടുത്ത പുരുഷനുമായി നിക്കാഹ് കഴിക്കാം. അതിനെയാണ് വെയിറ്റിംഗ് പീരീഡ്. 3 മാസത്തെ ഇദ്ദ. ഇസ്ലാമിനകത്ത് ഓക്കെ 3 ഓക്കെ മാസം വെയിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഒരാള് ആർത്തവം വിവാഹം വരാത്ത, കഴിച്ച ശേഷമല്ലേ? ഒരാള് അതെ, വിവാഹം വിവാഹം കഴിച്ച് കഴിക്കാതെ മൊഴി ചൊല്ലിയ തലാക്ക് ചെല്ലാൻ ശേഷമല്ലേ അത്? പറ്റത്തില്ല. അപ്പൊ അതെ, എങ്ങനെ നിങ്ങൾ കൊച്ചു കുട്ടി എന്ന് പെൺകുട്ടികളെ പറഞ്ഞു? അവിടെ നിങ്ങൾ എങ്ങനെ കൊച്ചു ബ്രദറെ, പെൺകുട്ടി എന്ന് പറഞ്ഞു? ഈ ഈ നിക്കാഹ് ചെയ്തതും പെൺകുട്ടിയാണ്, കൊച്ചുകുട്ടിയാണ്. കാരണം ആർത്തവം വരാത്തവരുടേതും എന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, വേറെ മുതിർന്നവർക്ക് ആർത്തവം വരാതിരിക്കാലോ? മുതിർന്നവരെ പറ്റി അല്ല പറയുന്നത്. വളരെ കൃത്യമായി എല്ലാ പണ്ഡിതന്മാരും ഇത് കൊച്ചു പെൺകുട്ടികളെ പറ്റിയാ പറയുന്നെന്ന് പറയുന്നല്ലോ. അല്ലല്ല. താങ്കൾ അത് വായിച്ചിട്ടുണ്ടോ? താങ്കൾ ഇതിന്റെ തഫ്സീർ വായിച്ചിട്ടുണ്ടോ? കാരണം കൊച്ചു പെൺകുട്ടികൾ എന്ന് പറയുന്നില്ല. കൊച്ചു പെൺകുട്ടികൾ മാത്രമേ ഉണ്ടാവും സൂറ വിവാഹം കഴിഞ്ഞവര്. സൂറ സൂറ 65:4 ഈ ആർത്തവം വരാത്ത ഈ ഇവരുടെ ഈ പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോൾ ഇത് കൊച്ചു പെൺകുട്ടികളെ പറ്റിയാ പറയുന്നെന്നുള്ള തഫ്സീർ വായിച്ചിട്ടുണ്ടോ? അപ്പൊ അംസു അറബി നാട്ടിൽ മുഴുവനും അതിന്റെ എക്സാമ്പിൾ ആണ് അറബി ആയിഷ. നാട്ടിൽ മുഴുവനും ആയിഷ അതിന്റെ കൊച്ചു എക്സാമ്പിൾ ആണ്. പെൺകുട്ടികളാണ് കല്യാണം കഴിച്ചത്. അതെ, മുഹമ്മദ് ആരെയാ കിട്ടിയത്? 6 വയസ്സുള്ള കൊച്ചിന്. അതെ, 6 വയസ്സിലെ കോച്ചിന് നിക്കാഹ് കഴിച്ചാലും 9 വയസ്സിലല്ലേ അവര് കുടുംബജീവിതം ആരംഭിച്ചത്. 9 വയസ്സിൽ ആ കൊച്ചിന് ആർത്തവം വന്നായിരുന്നോ? ഇല്ലല്ലോ. 9 ആർത്തവം വയസ്സിൽ വരാം. വന്നില്ലല്ലോ ആ 9 വയസ്സ് മുതൽ പെൺകുട്ടികള്. വരാം. 9 ഇല്ല, വയസ്സ് മുതൽ വരത്തില്ല. വരാം. 9 വയസ്സ് അല്ല ആ ബ്രദർ പെൺകുട്ടിക്ക് മിഞ്ഞാന്ന് എന്നോട് വന്നില്ലെന്നേ. തർക്കിച്ച്. ബ്രദറെ മിഞ്ഞാന്ന് അതെ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്നോട് തർക്കിച്ച്. പക്ഷെ ഞാൻ അതൊരു ആർട്ടിക്കിളിൽ വായിച്ച് 8 മുതൽ 12 വയസ്സ് ഏത്? വരെ വരാമെന്ന് ഒരു ആർട്ടിക്കിളിൽ. ഓക്കെ, ഈ ഓക്കെ 9 വയസ്സുള്ള 9 വയസ്സുള്ള കൊച്ചിന്, ആ 9 വയസ്സുള്ള കുട്ടിക്ക് ആർത്തവം വന്നു എന്ന് വിചാരിക്കുക. ഈ പെൺകുട്ടിക്ക് 53 വയസ്സുകാരനായ ഒരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ചേരാനുള്ള മാനസിക വളർച്ച വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടാവും. ആ സമയത്ത് വന്നിട്ടുണ്ടാവും. 53 അല്ല, വന്നിട്ടുണ്ട്. 56. ഈ 6 വയസ്സുള്ളപ്പോഴായിരുന്നു 53. അന്നേരം 9 വയസ്സായപ്പം മുഹമ്മദിനും 3 വയസ്സ് കൂടി 56. ഐ തിങ്ക് 50യിലാണ് 6 വയസ്സ്, 53 53യിലാണ് and ബന്ധം 56 ആണ്. സ്ഥാപിക്കുന്നത്. സോ ഇറ്റ് ഈസ്, ഇനി 50 അല്ലെ ഞാൻ 60 വായിച്ച ആയാലും ഒരിടത്ത് ആയിഷ എത്ര ബീബിക്ക് ആയാലും. അതിൽ ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല. അംശു താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ പ്ലീസ്. താങ്കളോട് ചോദിച്ച ചോദ്യം, ഈ 9 വയസ്സുള്ള ഈ പെൺകുട്ടിക്ക് 53 വയസ്സുകാരനായി മനുഷ്യനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള മാനസിക വളർച്ച വന്നിട്ടുണ്ടോ? ഈ പെൺകുട്ടി അപ്പോഴും പാവകളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ? കളിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? ഓക്കെ, താങ്കളുടെ 9 വയസ്സുള്ള പെൺകുട്ടിയെ, അനീഷ് പ്ലീസ് ഇടയ്ക്ക് കയറല്ലേ, ഇടയ്ക്ക്. यार क्या है यार, तुम लोगों को दिक्कत क्या है? അംശു, ഓക്കെ പറഞ്ഞോളൂ. ഈ പെൺകുട്ടി പാവകളുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടി, ഓക്കെ, ആ സമയത്തും മാനസികമായിട്ടുള്ള വളർച്ച വന്നിട്ടില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് ഹദീസിൽ നിന്ന് കിട്ടുന്നുണ്ട്. താങ്കളോടുള്ള ചോദ്യം, താങ്കൾക്ക് ഒരു 9 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾക്ക് ആർത്തവം വന്നു എന്ന് വിചാരിക്കുക. താങ്കൾ ആ പെൺകുട്ടിയെ ഏതെങ്കിലും മുസൽമാന്, ഒരു 40, 45, 50 വയസ്സുള്ള മുസൽമാൻ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കൂ? ഇല്ല. അതെന്താ? അള്ളാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമ മാതൃക ഉണ്ടല്ലോ, പിന്നെന്താ കഴിപ്പിച്ചു കൊടുക്കാതെ? അത് 1400 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അപ്പം പ്രവാചകനിൽ 1400 വർഷങ്ങൾക്ക് മുൻപേ മാത്രമേ നല്ല ഒരു മാതൃകയുള്ളൂ, ഇപ്പം മാതൃകയില്ലേ? ഖുറാനിൽ അതൊരു അങ്ങനെ മാതൃക എന്ന് പറഞ്ഞ പറയുന്നുണ്ടോ? അതായത് മാതൃക എന്ന് പറഞ്ഞ വയസ്സിലല്ല മാതൃക, അവരുടെ ജീവിതത്തിന്റെ പിന്നെ ഓരോ ഘട്ടങ്ങളുണ്ട്, അതിലാ മാതൃക. അദ്ദേഹം ജീവിച്ചു കാണിച്ചതാണ്. 9 വയസ്സുള്ള കൊച്ചുമായി അദ്ദേഹം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹം ജീവിച്ചു കാണിച്ചതാണ്. ആ പെൺകുട്ടിക്ക് മാനസിക വളർച്ച ഇല്ലായിരുന്നു ആ സമയത്ത്. ആ പെൺകുട്ടി അപ്പോഴും പാവകളുമായി കളിച്ചോണ്ടിരിക്കുക. അതായത് വയസ്സിൽ മാനദണ്ഡമാക്കേണ്ട ആവശ്യമില്ലെന്ന്. ഉണ്ടെന്നേ, വയസ്സിൽ മാനദണ്ഡമാക്കിയാലേ ഈ കൊച്ചിന്റെ വേണ്ടതേ, തലച്ചോറിന്റെ വളർച്ച മനസ്സിലാകത്തുള്ളൂ. ഈ പെൺകുട്ടി പാവകളുമായിട്ട് കളിച്ചോണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത്. കളിച്ചോട്ടെ, ആയിരുന്നോ? ആ, കളിച്ചോട്ടെ. പാവകളുമായിട്ട് അപ്പം ഒരു കളിച്ചോട്ടെ. പാവയുമായി കളിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുമായി ഒരു 53 വയസ്സുകാരൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് താങ്കൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നില്ല, ശരിയല്ലേ? എനിക്ക് ബുദ്ധിമുട്ടായി തോന്നാത്തത് അവർ അതിൽ ആക്ഷേപം പറഞ്ഞിട്ടില്ല ഒരു ഹദീസിലും, ആയിഷ റളിയല്ലാഹു അൻഹു. ഓക്കെ,
അവരാക്ഷേപം ആ പറയാം ഈ കൊച്ചു കുഞ്ഞിന് ആ സമയത്ത് ശരിയായിട്ടുള്ള മാനസിക വളർച്ച വന്നിട്ടില്ല. പക്ഷെ വളരെ വലുതാകുമ്പോ കൃത്യമായി ഈ പറയാലോ. പെൺകുട്ടി വലുതാവുമ്പോ എങ്ങനെ പറയാൻ പറ്റും? ആ സ്ത്രീക്ക് എന്തോ വലുതാകുമ്പോ കഴിഞ്ഞ അവളുടെ കാര്യം കുറിച്ച് തലയെടുത്ത് പറയാലോ. അതെ അവള് പല കാര്യങ്ങളും അല്ല, പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീക്ക് എന്തോ ആയിഷ റളിയല്ലാഹു ഉപ്പിട്ട് കുടിച്ചത് ഊതി ആരോട് കുടിച്ചതും പറയാൻ? പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരോട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയാൻ? വിഷയം മാത്രം പറഞ്ഞിട്ടില്ല. അല്ല ആരോട് പറയാനാ ഇത്? ഈ നിങ്ങൾ 9 കഴിഞ്ഞ വയസ്സായി, ഉച്ചക്ക് എനിക്ക് 9 വയസ്സാകുമ്പം 9 വയസ്സായപ്പോൾ ഈ മനുഷ്യൻ, ഈ 53 വയസ്സുകാരൻ എന്നെ ലൈംഗികമായി ബന്ധപ്പെട്ടു എന്ന് ആരോട് പറയാനാ? ആരോടും പറയാലോ. അംശുവിന് പിതാവിനോട് അംശു പറയാലോ. സിമ്പിൾ ആയിട്ട് ഞാനൊരു സിമ്പിൾ ഞാൻ ചോദിച്ചല്ലോ. അല്ല, സ്വന്തം പിതാവിനോട്, പിതാവിനോട് പറയാലോ ബ്രദറെ. അബൂബക്കറിനോട് മുഹമ്മദിനോട് പൈസ ചോദിച്ചു എന്നതിന്റെ വിഷയം പറഞ്ഞിട്ട് അല്ല ഒരു രാത്രി എന്തുവാ ഒട്ടകത്തിന്റെ പുറത്ത് കയറാതെ ഒരു രാത്രി ആൾക്കാരുടെ കൂട്ടത്തിൽ കൂടി തിരിച്ചു വരാത്തതിന്റെ കാരണത്താൽ ഒരിടത്ത് നഷ്ടപ്പെട്ടു പോയ ആയിഷ തിരിച്ചു വന്നപ്പോൾ അപ്പൊ സ്വന്തം പിതാവ് ഈ സ്ത്രീയെ അടിച്ച വിഷയം ഓർമ്മയുണ്ടോ താങ്കൾക്ക്? അബൂബക്കർ ആ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അടിക്കുന്ന ഒരു പിതാവിനോട് ചെന്ന് പറയണോ താങ്കൾ എന്തിനാ എന്നെ മുഹമ്മദുമായിട്ട് കെട്ടിച്ചു വിട്ടെന്ന്? ഇനിയിപ്പോ പിതാവിനോട് പറഞ്ഞിട്ടെങ്കിലും മറ്റുള്ള ദാസിമാരുണ്ടല്ലോ മുഹമ്മദ് നബീന്റെ, അവരോട് ആരോട് പറയാലോ. ആരോട് പറയാനാ? ആരോട് പറയാനാ? ഒരുപാട് ആളുകളുണ്ടല്ലോ, ഒരുപാട് ഭാര്യമാരില്ലേ, ആരോട് അവരൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമായിരുന്നു, ഭാര്യമാര് പരസ്പരം. അപ്പൊ ആരോട് അവരോട് ഒരു വാക്ക് ആരോട് പോലും പറഞ്ഞതായി ഹദീസിലില്ല. എന്തിനു ഹഫ്സ പറയണം? ബീവിയുണ്ട്, എന്തിനു പറയണം? ഈ ഹഫ്സ പെണ്ണ് ബീവി, സൗദ എന്തിനു ബീവി, പറയണം? ഉമ്മു കുൽസു, ഒരുപാട് ആളുകളുണ്ട്. അവരോടൊന്നും എന്റെ ഈ അച്ഛാ ജീവിതത്തിൽ മുഹമ്മദിന്റെ ഇങ്ങനെ ഒരു അംശു വയസ്സായ അംശു ആളെ അംശു കെട്ടിയെന്നോ എന്റെ മുഹമ്മദിന്റെ ജീവിതത്തില്. പറഞ്ഞോ. മുഹമ്മദിന്റെ നിക്കാഹയുടെ വിഷയത്തിൽ മുഹമ്മദിന് അള്ളാഹു നാട്ടിലുള്ള സ്ത്രീകളെ എല്ലാം അനുവദിച്ചു കൊടുത്തു എന്ന് സൂറ 33-50 വരുമ്പോൾ താങ്കളുടെ നാഥൻ താങ്കളുടെ ഈ കാര്യത്തിൽ താല്പര്യം തിടുക്കം കാണിക്കുന്നു എന്ന് ആയിഷ പറഞ്ഞിട്ടുണ്ടോ? ഏത് വിവാഹം കഴിക്കുന്ന കാര്യത്തിലാ? അതെ, മുഹമ്മദിന് ഈ നാട്ടിലുള്ള സ്ത്രീകൾ, വിശ്വാസിനികളായിട്ടുള്ള സ്ത്രീകൾ തന്റെ ശരീരം ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ സ്ത്രീകൾ എല്ലാവരും നിരനിരയായിട്ട് ലൈനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രാവിലെ നോക്കുമ്പം സ്ത്രീകൾ എല്ലാവരും വീടിന്റെ പുറത്ത് നിൽക്കുക. അപ്പോൾ ഈ ഖുറാന്റെ ആയത്ത് വന്നതിന് ശേഷം 33-50 വന്നതിന് ശേഷം അപ്പൊ ആയിഷ, താങ്കളുടെ നാഥൻ താങ്കളുടെ ഈ കാര്യത്തിൽ തിടുക്കം കാണിക്കുന്നു എന്ന് ആയിഷ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടായിരിക്കും. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആയിഷയ്ക്ക് അതിനെന്താ മനസ്സിലായോ കുഴപ്പം? മുഹമ്മദിന്റെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി ആയത്തിറക്കുന്ന ആളാണ് അള്ളാഹു ഉള്ള കാര്യം ആയിഷയ്ക്ക് മനസ്സിലായോ? അല്ല, അങ്ങനല്ലല്ലോ അത് പിന്നെ നമ്മള് വിശദീകരിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ്. ഉം, വായിച്ചോളൂ, താങ്കൾ ആ ഹദീസ് വായിച്ചു ഉം. നോക്കൂ. താങ്കൾ അങ്ങനെ കാരണം മുഹമ്മദ് തന്നെയാണ് നബി അത് എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ സമയത്തും പിന്നെ വിവാഹം കഴിച്ചത് ഓരോ കാരണങ്ങൾ കൊണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ ഏത് അടിമകളായിരിക്കും, കാരണമായിരുന്നു? അല്ലെങ്കിൽ സഫിയ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, നിക്കാഹ് കഴിച്ചത് എന്തിനാ? പറഞ്ഞു ഒരു ബ്രദറെ. കാര്യം പറഞ്ഞോട്ടെ. അംസു ബ്രദറെ, താങ്കൾ ഇവിടെ വന്ന ആ ഒരു 2-4 ദിവസം മുമ്പിട്ട് താങ്കളുടെ ഭാഷയും ശരീരഭാഷയും ഒന്നും ഇതായിരുന്നില്ല. അത് അങ്ങ് മറന്നുപോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് തിരിച്ച് ആ ഒരു മോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ നന്നായിരിക്കും. താങ്കൾ അതെ നേരത്തെ പറഞ്ഞിരുന്നത് എല്ലാത്തിനെയും ഞാൻ ന്യായീകരിക്കുന്ന പഠിക്കുകയാണ്. ഒരു മോഡിലേക്ക് വന്നു. എല്ലാത്തിനെയും അതെ ന്യായീകരിക്കുന്ന മോഡിലേക്ക് വന്നു അതെ അദ്ദേഹം. നസ്രീനെ അറിയാതെ അല്ല, നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയണ്ടേ? സൈനബിനെ കല്യാണം കഴിച്ച ഏത് സാഹചര്യത്തിലാണെന്നും കൂടെ ചോദിക്കണം. അത് പറഞ്ഞു തന്നേരും ബ്രദറെ. ഈ ഓക്കെ. സൈനബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയായി, പിന്നത്തേതിൽ ഭാര്യയായ ഈ സൈനബിനെ മുഹമ്മദ് നിക്കാഹ് കഴിച്ചതിന്റെ സന്ദർഭം എന്ന് പറയാമോ? അത് മറ്റേ വളർത്തുപുത്രന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ? അതെ, സയ്യിദ് വളർത്തുപുത്രന്റെ ഇതുമായിട്ട് എന്തായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞേ, എക്സ്പ്ലെയിൻ ചെയ്ത്. എന്തായിരുന്നു വളർത്തുപുത്രന്റെ അതെ, സിറ്റുവേഷൻ? ഇതല്ല, വളർത്തുപുത്രന്റെ ഭാര്യയാണ് സൈനബ്. അംസു അതെ, ഭാര്യ തന്നെ. വളർത്തുപുത്രന്റെ ഭാര്യയായിരിക്കുന്ന ഈ സൈനബിനെ എങ്ങനെയാണ് മുഹമ്മദ് നിക്കാഹ് കഴിക്കുന്നത്? അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞു. സ്വന്തം വളർത്തുപുത്രൻ സ്വന്തം പുത്രനല്ലാന്ന് എന്തോ തെളിയിക്കാൻ എന്തോ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നിയമം ഓ വളർത്തുപുത്രനെ സ്വന്തം വളർത്ത് പുത്രനായിട്ട് സ്വീകരിക്കുന്ന ഒരു ഇത് അവിടെ ഉണ്ടായിരുന്നു അന്ന് അറബികൾക്കിടയിൽ. വളർത്തുപുത്രൻ സ്വന്തം പുത്രനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വളർത്തുപുത്രന്റെ ഭാര്യയെ
നിക്കാഹ് കഴിപ്പിച്ച അള്ളാഹു എന്ത് നല്ല മാതൃക കഴിപ്പിച്ചു കൊടുത്തല്ലേ? ഭയങ്കര വിചിത്രമായി പോയത്. എന്റെ അമ്മോ, ഓ ഇതാണ് എനിക്ക് വയ്യ, ന്യായീകരണം. എനിക്ക് വയ്യ. അംശു ബ്രദറെ, ഈ ഈ വളർത്തുപുത്രന്റെ ഭാര്യയെ മുഹമ്മദ് നിക്കാഹ് കഴിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് സന്ദർഭം താങ്കൾ കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ ഇതിനെപ്പറ്റി? വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന വായിക്കാം. നേരം വളർത്തുപുത്രന് ഞാൻ വായിക്കാം. മുഹമ്മദ് ഒരു ദിവസം സയ്യിദിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. സയ്യിദ് വീട്ടിലില്ല. മുഹമ്മദ് വീട്ടിലേക്ക് അകത്തേക്ക് കയറാൻ പോകുമ്പോൾ വീടിന്റെ വാതിൽക്കൽ ഒരു വളരെ കട്ടി കുറഞ്ഞ ഒരു ഒരു കട്ടൻ. വോയിസ് പോയത് എനിക്ക് മാത്രമാണോ? സൗണ്ട് പോയി. അത് ചിലപ്പോ കോള് വന്നതായിരിക്കും. സൗണ്ട് മിസ്സായിട്ടുണ്ട്. ഈ സൈനബിന്റെ കാര്യം അലൻ പറയുമ്പോൾ ബ്രദറെ, എന്താ ഈസ് ഹി ട്രെയിൻഡ്? ഹൂ പറയുന്നു. മനസ്സിലായില്ലേ? ഹൃദയങ്ങളെ മാറ്റുന്ന നസ്രീൻ ബ്രദറെ, അള്ളാഹുവിന് കുറച്ച് സ്തുതി. നസ്രീനെ ഒരു മുഹമ്മദിനെ സെക്കൻഡ് നസ്രീൻ പറഞ്ഞ സൗണ്ട് പോയി. ഒന്നും കേട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ 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 ഹലോ. ഇതുവരെ ഇപ്പൊ പറഞ്ഞ കേൾക്കാം. ഒന്നും കേട്ടില്ല. ഇത് 10 സൈനബിന്റെ കഥ സെക്കൻഡ്. ഇപ്പൊ പറയുന്നത് കേൾക്കാം. സൈനബിന്റെ സ്റ്റാർട്ടിങ് മുതൽ പറ. കേട്ടില്ലായിരുന്നു, കുഴപ്പമില്ല. ഇടുന്നുണ്ടോ? അതല്ലായിരുന്നോ? അങ്ങനെയാണ് സൈനബും സയ്യിദും റളിയല്ലാഹു അൻഹുമ തമ്മിൽ വിവാഹിതരാകുന്നത്. ആ വിവാഹം നടന്ന് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി അവരുടെ വീട്ടിലേക്ക് പോയപ്പോ അവരുടെ തുണി പൊങ്ങിയത് കാണുകയും അങ്ങനെ അവരുടെ സൗന്ദര്യത്തെ കണ്ട് സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദിനോട് വിവാഹമോചനം ചെയ്യാൻ പറയുകയും അങ്ങനെ ആ വിവാഹമോചനം ചെയ്തതിന് ശേഷം മുഹമ്മദ് നബി സ്വീകരിക്കുകയും ചെയ്തു. എന്താ ആരുടെ ശബ്ദം ഇത്? ഇവര് മുങ്ങിയത് കണ്ടപ്പോ ബ്രദറെ, അംശു, ആരുടെ ശബ്ദം ഇത്? ഇനി ഇത് തെളിവ് തരാം. അല്ല ഇത് അല്ല അല്ല, അവിടെ തെളിവ് നിൽക്ക്, കേട്ടോളൂ. ഒരു മിനിറ്റ്. പറഞ്ഞു. അതായത് ഇത് സൈനബിനെ വിവാഹം സന്ദർഭം കഴിക്കാൻ ഇങ്ങനെയല്ല. വേണ്ടി പുള്ളി ക്ലിയർ ആയിട്ട് അത് പറയുന്നില്ല. സന്ദർഭം ഞാൻ ആ കൃത്യമായി പുസ്തകത്തിൽ നിന്ന് വായിച്ചു തരാം. നിങ്ങൾ അല്ല, ബാക്കി നസ്രീൻ കേൾപ്പിക്കൂല, ബ്രദറെ, അതുകൊണ്ടാ പറഞ്ഞത്. ആംസു അവിടെ നിൽക്കാൻ പറ്റും. വായിച്ചു ആംസു ഇപ്പോ കേൾപ്പിക്കാം അംശു, നസ്രീൻ ബ്രദറെ, വായിച്ചു ഇദ്ദേഹം അല്ല, കേൾപ്പിക്കാമല്ലോ. സൈനബിന്റെ തുണി പൊങ്ങിന്നല്ലേ അദ്ദേഹം പറയുന്നത്? സൈനബിന്റെ തുണി പൊങ്ങിന്നാണല്ലോ ഞാൻ സൈനബിന്റെ കേട്ടത്. തുണി പൊങ്ങിയതല്ല അംശു. കാറ്റടിച്ചപ്പോൾ തുണി പൊങ്ങി, കട്ടൻ പൊങ്ങി. അത് സൈനബിന്റെ തുണി ആരോപണം പറയുന്നതാ. പൊങ്ങിയെന്നല്ല. അങ്ങനെ ഒരു ആരോപണം ഉണ്ട്, അത് സൈനബിന്റെ തുണി അക്ബർ പൊങ്ങിയത്. സാഹിബ് എടുത്തു പറഞ്ഞതാ ബ്രദറെ. അക്ബർ അങ്ങനെ ഒരു ആരോപണം സാഹിബ് ഉണ്ട്. ആരോപണമല്ല പറഞ്ഞത്. അക്ബർ സാഹിബ് അതെ അത് ആരോപണമല്ല തന്നെ, പറഞ്ഞത്. ഹിസ്റ്ററി അത് തന്നെ വായിക്കാം, പറഞ്ഞത്. കേട്ടോളൂ. എന്റെ പൊന്നോ, അംശു അത് കേൾക്ക്. തന്നെ അംശു പറഞ്ഞത്. അല്ല, ഈ സെയിം അംശു ഡയലോഗ് കഴിഞ്ഞ ദിവസം വേറൊരാളും വന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. അത് ഇവരെ പഠിപ്പിക്കുന്നതാണ്. അത് ഇത് പോയി പറയുക. അക്ബർ ഇതൊരു സാഹിബ് കോമൺ അങ്ങനെ സോഴ്സാ. പറഞ്ഞിട്ടില്ല. ഇത് നസ്രീൻ ബ്രദർ, ഇതെല്ലാം ഒരു കോമൺ സോഴ്സാ ഇതിന്റെ നസ്രീൻ സോഴ്സ് ബ്രദറെ. പറയാം. പുസ്തകത്തിന്റെ പേര് പറയാം. അംശു സൂക്ഷിച്ചു കേട്ടോളൂ. അൽ തബരി വോള്യം 8 പേജ് നമ്പർ 4. സൂക്ഷിച്ചു കേട്ടോണേ. അൽ തബരി വോള്യം 8 പേജ് നമ്പർ 4. താങ്കൾക്ക് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് ഇടാം. എന്റെ കൈ ബുക്കാണ് കിടക്കുന്നത്. അക്കോർഡിംഗ് ടു യൂനിസ് ബിൻ അബ്ദല്ല ഇബിൻ വഹാബ് ഇബിൻ സയ്യിദിൽ നിന്നാണ് ഇത് വരുന്നത്, റിവായത്തായിട്ട് വരുന്നത്. ഹു സെഡ് ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് മാരീഡ് സയ്യിദ് ബിൻ ഹാരിത്ത് ടു സൈനബ് ബിൻ ജാഷ്. അള്ളാഹുവിന്റെ റസൂല് സയ്യിദ് ബിൻ ഹാരിത്തിനെ സൈനബ് ബിൻ ജാഷുമായിട്ട് നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തു. ഹിസ് പെറ്റേണൽ ആൺസ് ഡോട്ടർ. വൺ ഡേ ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് എന്തുവാ പറഞ്ഞു ബ്രദർ, ഇവിടെ ഒരാൾ വന്നോണ്ട് പറഞ്ഞതാ. തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ താങ്കൾ പുസ്തകത്തിൽ നിന്ന് എടുത്ത് വായിച്ചോളൂ ബ്രദറെ. താങ്കളുടെ കയ്യിൽ അൽ തബരിയുടെ വോള്യം 8 പേജ് നമ്പർ 4 ഉണ്ടെങ്കിൽ ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ താങ്കൾ പുസ്തകത്തിൽ നിന്ന് എടുത്ത് വായിക്കൂ. ഒന്ന് വായിച്ചു കാണിച്ച്. ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണല്ലോ, താങ്കൾ വായിക്കൂ, പുസ്തകത്തിൽ നിന്ന് എടുത്ത് വായിക്കൂ. അങ്ങനെ തുണി പൊങ്ങിയതാണെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കൽ തന്നെയാണ്. ആ പുസ്തകം തെറ്റാണ്. ആരുടെ തുണി പൊങ്ങിയെന്നാ പറയുന്നേ? ഏത് തുണി പൊങ്ങിയാലും. അപ്പൊ താങ്കൾക്ക് ഈ പുസ്തകങ്ങളിൽ ഒന്നും ഒരു വിശ്വാസവുമില്ല. ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളെ താങ്കൾ തള്ളുന്നു, അത്രേ ഉള്ളൂ. ചരിത്ര ഇസ്ലാമിന്റെ പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകങ്ങളാണ്. അൽതാബരി അതിൽ എന്താണെന്ന് നെല്ലും അദ്ദേഹത്തിന് പതിരുമുണ്ട്, അറിയാമെന്ന് ചോദിക്കുക നെല്ലും നസ്രീൻ ബ്രദറെ. പതിരുമുണ്ട് ബ്രദറെ. താങ്കൾ ഒരു പറഞ്ഞോളൂ. സെക്കൻഡ്. മുഹമ്മദിന്റെ മനസ്സിലേക്ക് സൈനബിനോടുള്ള താല്പര്യം തുടങ്ങിയത് എപ്പോഴാണ്?
സൈനബിനോട് ഒരു താല്പര്യവും ഉണ്ടായിട്ടില്ല. ഒരു താല്പര്യവും ഉണ്ടായിട്ടില്ല. അള്ളാഹു കൽപ്പിച്ചു, അത് മുഹമ്മദ് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാഹു കൽപ്പിച്ചു, അത് എന്താണ് അള്ളാഹു കൽപ്പിച്ചേ? അത് വിവാഹം കഴിക്കാൻ വേണ്ടി മുഹമ്മദിന് വൈമനസ് ഉണ്ടായിരുന്നു. അല്ല, പക്ഷെ എന്താണ് അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹു അത് എന്താണ് കൽപ്പിച്ചത് ഒന്ന് പറഞ്ഞേ. ദത്തുപുത്രനെ സ്വന്തം പുത്രനായിട്ട് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള ഒരു കൽപ്പന അല്ല, വന്നതിന് അള്ളാഹു ശേഷമാണ് എന്താണ് അങ്ങനെ കൽപ്പിച്ചത് ചെയ്തത്. അതൊന്ന് പറഞ്ഞേ. അള്ളാഹു കൽപ്പിച്ചതെന്ന് പറഞ്ഞേ. അല്ല, അതിനുടനെ അവന്റെ കെട്ടിയോളെ കെട്ടണം എന്നാണോ അംസുക്ക പറയുന്നേ? അത് അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അല്ല, അള്ളാഹു ദത്തുപുത്രന് കൽപ്പിച്ച കാര്യമൊന്ന് മുമ്പിലുണ്ട്. പറ, കേക്കട്ടെ. ഒരു അള്ളാഹു സെക്കൻഡ്, കൽപ്പിച്ച നസ്രിൻ സൈനബിനെ ബ്രദർ കെട്ടാൻ പറഞ്ഞു. അംസു ഒരു മിനിറ്റ്. നസ്രിൻ ബ്രദറെ പിന്നെയും സൗണ്ട് പോയതാണോ? ഒന്നും കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ല നസ്രീന്റെ. ലീ സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ലീ സിസ്റ്റർ കേട്ട് ലീ സിസ്റ്റർ ചെവി അടിച്ചു പോയി കാണും. ലീ സിസ്റ്റർ കേൾക്കുന്നെങ്കിൽ ഒന്ന് കേട്ടോളൂ. നമ്മൾ കണ്ട അംസു അല്ല ഇന്നത്തെ അംസു വല്ലാതെ മാറിയിരിക്കുന്നു. ശരീരഭാഷയും ആംഗ്യഭാഷകളും ഒക്കെ മാറിയിരിക്കുന്നു. അംസു ഈസ് വെൽ അപ്പോ ട്രെയിൻഡ്. അല്ല ബ്രദറെ, ഞാൻ അങ്ങനല്ല. ഞാൻ ഹലോ ഹലോ ഖുറാനിൽ ഹലോ പറഞ്ഞത് ഹലോ 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 തള്ളാൻ ഹലോ പറ്റൂല, അതുകൊണ്ടാണ് ഹലോ പറഞ്ഞത്. ഇപ്പൊ കേൾക്കാം. അംശു 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 ആ. അംശു കാരണം ഈ നിങ്ങളത് സയ്യിദിന്റെയും അംശു ഇത് കേൾക്കൂ. സയ്യിദിന്റെയും സൈനബിന്റെയും നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തത് ആരാ? അത് മുഹമ്മദ് നബി തന്നെ. മുഹമ്മദ് മാത്രമാണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ കൂട്ടത്തിൽ? അതെനിക്കറിയില്ല. ഖുറാൻ 33:36 ഒന്ന് വായിച്ചേ. വായിച്ചോളൂ. സൂറ എനിക്ക് എടുക്കാൻ 33:36 ആയത്ത് വായിച്ചോളൂ. ബ്രദർ വായിച്ചോളൂ. ബ്രദർ അതിന്റെ വായിക്കുന്നേ, മലയാളം എന്നാലല്ലേ മലയാളം മനസ്സിലാകത്തുള്ളൂ. വായിച്ചാൽ മതി. എന്നാ സൂറ 33:36 വായിക്കാം. ഞാൻ മലയാളത്തിൽ വായിക്കാം. 33:36 സൂറത്ത് അൽ അഹ്സാബിന്റെ 36 ആയത്ത് ഞാൻ വായിക്കാം. അള്ളാഹുവും അവന്റെ ദൂതനും ഏതെങ്കിലും കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസികൾക്കോ വിശ്വാസിനികൾക്കോ അക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമെടുക്കുവാൻ അവകാശമില്ല. മുഹമ്മദ് നബി സയ്യിദും സൈനബിന്റെയും നിക്കാഹിന്റെ വിഷയത്തിൽ അള്ളാഹുവും മുഹമ്മദും കൂട്ടത്തിൽ എടുത്ത തീരുമാനമാണ് ഇവർക്ക് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണമെന്ന്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനം എടുത്തതിന് ശേഷം അള്ളാഹു എന്തിനാ പിന്നെ തിരുത്തി പറയുന്നത്? ഒരു നല്ല ഒരു അള്ളാഹു കുടുംബ ഒരു ബന്ധത്തെ അദ്ദേഹം എന്തിനാ തകർക്കുന്നത്? എന്തിനാ? തകർത്തതല്ല ബ്രദറെ. എന്തുവാ? സയ്യിദും സെയ്ദിന് സൈനബിന്റെയും വിവാഹബന്ധം മുറിഞ്ഞു പോയായിരുന്നോ? സൈനും സൈനബും കൂടി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ ആയത്. എന്നാരാ താങ്കളോട് പറഞ്ഞത്? അങ്ങനെയാണ് തഫ്സീറുകൾ ഞാൻ വായിച്ചത്. ഓ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധി. 8 കാറ്റഗറീസ് ഉണ്ട്, 8 കാറ്റഗറി ഉണ്ട്. ഞാൻ ഒരു സംശയം ചോദിക്കാം എല്ലാവരോടും. കേൾക്കാമോ? ഞാൻ പറഞ്ഞ കേൾക്കാമോ? കേൾക്കാം. പാസ്റ്റർ കേൾക്കാം. അതായത്, നബിയെ, നീ മഹർ കൊടുത്തിട്ടുള്ള നിന്റെ ഭാര്യമാരെ നാം അനുവദിച്ചു തന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ സാധാരണ ഈ വയലൻസ് ഒക്കെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ പോലീസ് ഇവരെ ഷൂട്ട് ചെയ്യും, ആളുകൾ പിരിഞ്ഞു പോകാൻ. ചിലപ്പോൾ അത് ആള് മരിക്കുകയൊക്കെ ചെയ്യും. പോലീസിന്റെ പേര് ഈ കേസൊന്നും വരത്തൊന്നുമില്ല. ക്വാസി ജുഡീഷ്യൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് അവർക്ക്. അതുകൊണ്ട് അവർക്ക് വെടിവെക്കാം, SP അറിയണം. പക്ഷെ ഇത് RDOയുടെ സാങ്ഷൻ വേണം. അപ്പൊ ആദ്യം ഷൂട്ട് ചെയ്തിട്ട് പിന്നെ പോയി ഈ സാങ്ഷൻ ഉണ്ടാക്കുകയൊക്കെയാ പതിവ്, പേപ്പർ സൈഡൊക്കെ. കാരണം അങ്ങനെ പറ്റുള്ളൂ. അല്ലെ മനുഷ്യൻ ഇത്രയും പ്രകോപനം ചെയ്തിരിക്കുമ്പം അവിടെ പോയിട്ട് ഇത് മേടിച്ചുകൊണ്ടതിന് സംഗതി വല്ലാതെയാവും അന്തരീക്ഷം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നേ, ഇത് ആദ്യം മഹർ കൊടുത്ത് ഭാര്യയാക്കി കഴിഞ്ഞാണോ ഈ അള്ളാഹ് അനുവദിച്ചേ, അതോ അള്ളാഹ് അനുവദിച്ചു കഴിഞ്ഞുകൊണ്ട് മഹർ കൊടുക്കായിരുന്നു? എന്താ വായിച്ചിട്ട് മനസ്സിലാകുന്നത്? എന്റെ സംശയം മനസ്സിലായോ? മനസ്സിലായി പാസ്റ്റർ, മനസ്സിലായി. ആ തീർച്ചയായിട്ടും ഇവിടെ മഹർ കൊടുത്തിട്ട് നിയമം ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ മഹർ കൊടുത്ത് ഇങ്ങനെ മുഹമ്മദ് ഇങ്ങനെ കല്യാണം കഴിക്കുന്നു, അത് ശരിവെച്ച് അള്ളാഹു പുറകെ പോകുന്നു, അങ്ങനെയാണോ? അതോ അള്ളാഹു നീ കല്യാണം കഴിച്ചോളാൻ പറയുന്നു, അന്നേരം മഹർ കൊണ്ട് കൊടുക്കുന്നു? ഇതിലേതാ സംഭവിക്കുന്നത്? അല്ല, മഹർ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അള്ളാഹു അത് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അള്ളാഹു ഇറക്കാൻ പോകുന്ന കാര്യം നബി മറച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആദ്യമേ അറിയാവുന്നത് നബിക്കായിരുന്നു.
അല്ല ഞാൻ ചോദിച്ചത്, ഈ ഭാര്യയാക്കി കഴിഞ്ഞത് ശരി വെക്കുകയായിരുന്നോ? മുമ്പേ പറഞ്ഞ ഈ RDO പിന്നെ സാങ്ഷൻ ചെയ്യുന്ന പോലെ, അതോ ഭാര്യയാക്കാനുള്ള അനുവാദം ആദ്യം കൊടുക്കായിരുന്നു? ഇതിൽ എന്താ സംഭവിച്ചത്? ഇത് കണ്ടെടുത്തോളം മനസ്സിലാകുന്നത്, ഇദ്ദേഹം കല്യാണം കഴിക്കുന്നു, പിന്നീട് വന്ന് മഹർ കൊടുത്ത് കല്യാണം കഴിക്കുന്നു, പുറകെ അത് ആദ്യം അള്ളാഹു ശരിവെച്ചു ആദ്യം കൊടുക്കും. മുഹമ്മദ് തീരുമാനിക്കും, പിന്നീട് അള്ളാഹു തീരുമാനിക്കും. അതെ 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 അതെ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അല്ല, ഒരു തിരുത്തുണ്ട്. തിരുത്തല്ല പക്ഷേ ആദ്യം മുഹമ്മദ് തീരുമാനിക്കും, അല്ലാഹു പിന്നെ അപ്രൂവ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓ ശരി ശരി, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അംസു ബ്രദറിന് എന്ത് തോന്നുന്നു? ഞാൻ രണ്ടുപേരും തീരുമാനിക്കുമെന്ന് പറഞ്ഞ ആയത്തിനെ ഉദ്ദേശിച്ചാണ്. ഈ 33-36 പറയുന്നുണ്ട്, അള്ളാഹു റസൂൽ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ, അതായത് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ ഈ മുസ്ലിങ്ങൾക്ക് പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ എതിരഭിപ്രായം പാടില്ല എന്നുള്ള ഒരു ആയത്തിനെ ബേസിസ് ആണ്. പക്ഷേ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ബോബി ബ്രദർ വെച്ച ആ സ്റ്റേറ്റ്മെന്റ് ആണ്. കാര്യം ചോദ്യത്തിന് പറയട്ടെ? മറുപടി പറയൂ. അംശു ബ്രദറെ, അനിൽ പാസ്റ്റർ ചോദിച്ച ചോദ്യം, മുഹമ്മദ് ഒരു സ്ത്രീയോട് അവളുടെ ശരീരം ദാനം ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്ത്രീ, ജൗനിന്റെ പുത്രിയായിരിക്കുന്ന ഈ സ്ത്രീ പറയുന്നു, ഞാൻ ഒരു അങ്ങാടി പയ്യന്, ഒരു രാജ്ഞിയായിരിക്കുന്ന ഞാൻ എന്റെ ശരീരം ദാനം ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ മുഹമ്മദ് ആ സ്ത്രീയെ അടിക്കാൻ ചെല്ലുന്നുണ്ട്. താങ്കൾ അത് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയല്ല കള്ളക്കഥയായിരിക്കും. ചോദിച്ചത് നസ്ലിം ബ്രദറെ, അത് അങ്ങനെയൊന്നും അല്ല കള്ളക്കഥയാണ്. ചോദിച്ചത്. ആ, കള്ളക്കഥയാണോ? കള്ളക്കഥയാണോ അംസു അത് ബ്രദറെ? കള്ളക്കഥയായിരിക്കും. ഓക്കെ, അത് ഒന്ന് വെയിറ്റ് ചെയ്യും. കള്ളക്കഥയായിരിക്കും. നസ്ലിം ബ്രദറെ, ആ കള്ളക്കഥ ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. അത് എതില് വന്നാലും കള്ളക്കഥയായിരിക്കും. അല്ല, ഏതിൽ ഞാൻ വന്നാലും കള്ളക്കഥയാ? വായിക്കേണ്ട ആവശ്യമില്ല. വായിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം വായിക്കും. വായിക്കേണ്ട സയ്യൽ ആവശ്യമില്ല. ബുഖാരി 52-56. സഹി അൽ ബുഖാരി 52-56. താങ്കൾ ഒന്ന് വായിച്ച് ഉം. ഞാൻ മേളിൽ പിൻ ചെയ്യാം. ബുഖാരി കള്ളനാണ് എന്ന് താങ്കൾ പറഞ്ഞോളൂ. ബുഹാരി കള്ളനായിട്ടല്ല, അത് സയ്യൽ എവിടുന്നെങ്കിലും ബുഖാരി കിട്ടിയത് എഴുതിയതായിരിക്കും. 52-50. എടുത്തെഴുതിയതായിരിക്കും. മറ്റെവിടുന്നെങ്കിലും കിട്ടിയത് അപ്പൊ ബുഹാരി ബുഖാരി എടുത്തെഴുതിയതായിരിക്കും, സത്യമാണെന്നും കൊണ്ട്. അങ്ങനെയും സത്യമാണെന്ന് വരാം. കൊണ്ട് അദ്ദേഹം കള്ളത്തരം എഴുതിയല്ലേ? അങ്ങനെ എടുത്തെഴുതിയത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുഴപ്പമില്ല. താങ്കൾ ഒന്നാം ദിവസം വന്നതുപോലെ അല്ല ഇപ്പോൾ താങ്കൾ നിൽക്കുന്നത്. കാരണം താങ്കളെ ആരോ നല്ല ട്രെയിനിങ് തന്നിട്ടുണ്ട്. താങ്കൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ ഇപ്പം തള്ളിക്കളയുകയാണ്. അല്ല എന്താണെങ്കിലും ലക്ഷ്മൺ ബ്രദർ, ഒരു പോട്ടെ. കാര്യം ചോദിച്ചോട്ടെ? താങ്കൾ അല്ല, ഞാൻ ഈ പറഞ്ഞു റസൂ എന്ന് നിങ്ങൾ കേക്ക്. പറയൂ. ഒറ്റ കാര്യം ഇത് ചോദിച്ചോട്ടെ? ഇത് ഈ ഒന്ന് വായിച്ചേ കേക്കുവാ. അംശു, ഇതൊന്ന് വായിച്ചേ. ഞാൻ ഇതൊന്ന് പറയുന്ന വായിച്ചേ. ഒന്ന് താങ്കൾ കേക്കുവാ. കേട്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് വായിക്കും. അല്ല, ഞാൻ പറയൂ. പറയുന്നത് കേക്കുവാ. നിങ്ങളുടെ പറയൂ. ബൈബിള് 100% സത്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാ? ബൈബിളിലേക്ക് ചർച്ചയില്ല. അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. നമുക്കതൊന്ന് വായിക്കാം, എന്നിട്ട് അംശുവിന് മുന്നിലോട്ട് പോവാം. സയ്യൽ ബുഖാരി ഓക്കെ, അത് വായിച്ചോ. 52-56. 52-56 ഹദീസ് മേളിൽ ഇട്ടിട്ടുണ്ട്. താങ്കൾക്ക് അത് എടുക്കാം. സയ്യൽ ബുഖാരി 52-56 ഹദീസ് മേളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വായിക്കാം. അബു ഉസൈദിൽ നിന്നാണ് നിവേദനം വരുന്നത്. വി വെന്റ് ഔട്ട് വിത്ത് പ്രോഫറ്റ് ടു ദ ഗാർഡൻ കോൾഡ് അൽ ഷൗത്ത്. അൽ ഷൗത്ത് എന്ന ഒരു തോട്ടത്തിലേക്ക് ഞങ്ങൾ റസൂൽ അല്ലാഹുടെ കൂട്ടത്തിൽ ചെന്നു. ടിൽ വി റീച്ച്ഡ് 2 walls between which he sat. ഞങ്ങൾ 2 ചുവരിന്റെ ഇടയ്ക്ക് വരെ എത്തി. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഇരുന്നു. ദ പ്രോഫറ്റ് സെഡ്, സിറ്റ് ഹിയർ. റസൂൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കെ. ആൻഡ് വെന്റ് ഇൻ ദ ഗാർഡൻ. എന്നിട്ട് അദ്ദേഹം തോട്ടത്തിന്റെ അകത്തോട്ട് പോയി. The Jaunia, a lady from Bani Jaun, had been brought and lodged in a house in a date palm garden in the house of Umay bint al-Nauman bin Sharail. ഒരു സ്ത്രീ, ജൗനിന്റെ പുത്രിയായിരിക്കുന്ന ഈ സ്ത്രീയെ ഒരു തോട്ടത്തിൽ, ഈന്തപ്പനയുടെ ഒരു തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു വീട്ടിൽ പാർപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. When the prophet entered upon her, he said, give me to yourself. മുഹമ്മദ് അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ മുഹമ്മദ് അവളോട് പറഞ്ഞു, നീ നിന്നെ എനിക്ക് തരിക. ഗിവ് മീ യുവർ സെൽഫ് ആസ് എ ഗിഫ്റ്റ്. ഒരു ഗിഫ്റ്റായി നീ എനിക്ക് നിന്നെ തന്നെ തരിക. ദ പ്രോഫറ്റ് റേസ്ഡ് ഹിസ് ഹാൻഡ് ആൻഡ്, ഈ പാറ്റ് എന്നൊക്കെ എഴുതിയിരിക്കുക, റേസ്ഡ് ഹിസ് ഹാൻഡ് ആൻഡ് പാറ്റ് ഹെർ സോ ദാറ്റ് ഷീ മൈറ്റ് ബിക്കം ട്രാങ്ക്വിൽ. ഇതിന്റെ മുഴുവൻ ഹദീസ് ഇവിടെ വന്നിട്ടില്ല. മുഴുവൻ ഹദീസ് വായിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറയും. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ക്യാൻ എ പ്രിൻസസ് ഗിവ് ഹെർസെൽഫ് ഇൻ മാരേജ്. ബ്രോ. അതിനു മുൻപ് ആ സ്ത്രീ കളിയാക്കുന്നുണ്ട് ബ്രദറെ. ആ ഭാഗം അവിടെ വരുന്നില്ല. ഞാൻ അതുകൂടെ വായിക്കാം, എന്നിട്ട് അടിക്കാനുള്ള കൈ ഓങ്ങിയ ഭാഗം കൂടെ വായിക്കാം. ഷീ സെഡ്, ക്യാൻ എ പ്രിൻസസ് ഗിവ് ഹെർസെൽഫ് ഇൻ നിക്കാഹ് ടു എ ഓർഡിനറി മാൻ. ഒരു സാധാരണയായ ഒരു മനുഷ്യന്, ഒരു രാജ്ഞിയായിരിക്കുന്ന ഞാൻ എന്നെ തന്നെ നിക്കാഹിനെ ഏൽപ്പിക്കണമോ? The prophet raised his hand to hit her.
മുഹമ്മദ് കൈ ഉയർത്തി അവളെ അടിക്കാൻ വേണ്ടിയിട്ട് ഓങ്ങി. സോ ദാറ്റ് ഷീ മറ്റ് ബിക്കം ട്രാങ്ക്വിൽ. ഹി സെഡ് യു ഹാവ്, അപ്പം ഈ സ്ത്രീ പറയുകയാണ്, ഷീ സെഡ് ഐ സീക്ക് റെഫ്യൂജ് വിത്ത് അല്ലാ ഫ്രം യു, ഞാൻ നിന്നിൽ നിന്നും അള്ളാഹുവിലേക്ക് അഭയം തേടുന്നു. അപ്പൊ മുഹമ്മദ് പറയുകയാണ്, യു ഹാവ് സോട്ട് റെഫ്യൂജ് വിത്ത് ദ വൺ ഹൂ ഗിവ് റെഫ്യൂജ്, നീ അഭയം കൊടുക്കുന്നവന്റെ അടുത്തേക്ക് തന്നെയാണ് അഭയം തേടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ മുഹമ്മദ് ഈ സ്ത്രീയോട് ശരീരം ദാനം ചെയ്യാൻ വേണ്ടി ചോദിച്ചോ? ഞാൻ പറഞ്ഞില്ല അത് എനിക്ക് വേണ്ടാന്ന്.